ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നിനക്ക് സ്വീകരിക്കാൻ ഒരു അഭിഷേകമുള്ളത് കൊണ്ടാണ് നിന്നെ കർത്താവ് ഇന്ന് ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയാ. വെറുതെ ആണെന്ന് നിങ്ങൾ വിചാരിച്ചല്ലേ കേട്ടോ, വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നു, അങ്ങനൊന്നും അല്ലെന്ന്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ പദ്ധതി നിന്നിൽ നിറവേറുക. ഒരമ്മ കുഞ്ഞിനെ 9 മാസം ഉദരത്തിൽ പേറുന്നത് പോലെ ഒരു ദൈവാനുഗ്രഹത്തിൽ നിന്നെ ദൈവം പേറിക്കൊണ്ടിരിക്കും. കാലത്തിന്റെ തികവില്, സമയത്തിന്റെ പൂർണ്ണതയില് നിന്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി, ഒരഭിഷേകമായി മാറും. ഹല്ലേലൂയാ. ഇന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ച് ഹല്ലേലൂയാ. ഞങ്ങൾ അറിഞ്ഞോണം, വെറുതെ ആവില്ല. ഓരോ ആരാധനയും ഓരോ സ്തുതിയും ദൈവസന്നിധിയിലുള്ള സമർപ്പണമാണ്. അവിടുത്തെ കരങ്ങളെ സമർപ്പിച്ചത് വെറുതെ ആവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആര് ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കും അവരെല്ലാം തമ്മിൽ ഏറ്റെടുക്കുക. ആ കുഞ്ഞു പയ്യന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പത്തിന്റെ കഥ രാവിലെ പറഞ്ഞല്ലോ. നമ്മളെ ആ അപ്പം ഇതാ ഒരു അത്ഭുതമായിട്ട് മാറുക. ഹല്ലേലൂയ. ബാലിക കഴിഞ്ഞ ദിവസം വചനം അതായിരുന്നല്ലോ, ബാലിക മരിച്ചു, അപ്പം പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് മരിക്കാറായി കിടന്നു. ഞാൻ വരാം കർത്താവ് പറയുക. ആ മൃതിയടഞ്ഞ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അതൊരു അത്ഭുതം, ഒരു മരണത്തെ ദൈവം അത്ഭുതമാക്കി മാറ്റുക. ഹല്ലേലൂയ. 12 വർഷമായിട്ടുള്ള രക്തസ്രാവുക ഞാഞ്ഞു വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ നിയമങ്ങളില്ല, കർത്താവിൻ്റെ മുമ്പിൽ തടസ്സങ്ങളില്ല, കർത്താവിൻ്റെ മുമ്പിൽ പ്രതിസന്ധികളില്ല. എല്ലാം മകന്ന് അവൻ്റെ വസ്ത്രാഞ്ചലത്തിലൊന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടും. അവളെ തന്നെ സമർപ്പിച്ചപ്പോൾ ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ പറ്റാത്ത രോഗപീഠയെ തമ്പുരാൻ കർത്താവ് സുഖപ്പെടുത്തുക. ഹല്ലേലൂയ. നിങ്ങളിത് വിശ്വസിക്കണം മക്കളെ. നീ നിന്നെ എന്തുമാത്രം ദൈവകരങ്ങളിലേക്ക് വിശ്വസിച്ച് സമർപ്പിക്കാൻ പറ്റുന്നുവോ അതിനനുസരിച്ച് ദൈവത്തിന്റെ കൃപയുണ്ടാവും. ഹല്ലേലൂയ. വെറുതെ ആവില്ല ഈ കഷ്ടപ്പാടെന്ന അർത്ഥം, വെറുതെ ആവില്ല ഈ തീർത്ഥാടനം എന്ന അർത്ഥം, വെറുതെ ആവില്ല ഈ തിരുമണിക്കൂറുകൾ എന്ന അർത്ഥം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വളരെ അന്യ സ്ഥലത്ത് 1000 ദിവസങ്ങളേക്കാൾ നോട്ടടിക്കുന്ന സ്ഥലം കാണും, സ്വർണം ഖനനം ചെയ്യുന്ന സ്ഥലം കാണും, അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലം കാണും. എവിടെയായിരിക്കുന്നതിനാൽ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഒരു ദിവസം അന്യ സ്ഥലത്ത് 1000 എന്ത് മനോഹാരിത ഉണ്ടായിക്കൊള്ളട്ടെ. ഞങ്ങൾ ഒരു ദിവസം കർത്താവിന് മുമ്പിലേക്ക് മാറിയിരിക്കാൻ പറ്റണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം ഇതാ. ദിവസത്തിന് 1 മണിക്കൂറൊക്കെ നമ്മൾ വന്നിരിക്കാമല്ലോ. ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ ധ്യാനത്തിന് പോകുന്ന മക്കളില്ലേ? ദൈവത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകം, നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം, നിന്റെ ജീവിതത്തിൽ ഒരു കൃപ ദൈവത്തിന് മാറ്റിവെക്കണം. നമ്മൾ ഈ വചനത്തിലൊക്കെ കാണുക ഈ മനുഷ്യന്മാരൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും എല്ലാം മകന്ന് ദൈവകരങ്ങളിലേക്ക് മാറ്റിവെക്കുമ്പോൾ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ കിടന്നുറങ്ങുന്നവൻ സ്വർഗത്തെ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നുറങ്ങുക. അവനോട് പറയുക, എടാ കൊച്ചെ, നീ നോക്കുന്നിടവും നീ നടക്കുന്നിടവും എല്ലാം നിനക്ക് സ്വന്തം. യാക്കോബിന് കൊടുത്ത ഇന്നലെ കൊടുത്ത അനുഗ്രഹമായി വായിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് കൊടുക്കാം. നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ. തോറ്റുപോയവൻ എന്നാ നിന്റെ പേര്, ചതിയൻ എന്നാ നിന്റെ പേര്, കുരുട്ടുബുദ്ധി എന്നാ നിന്റെ പേര്, ദുഷ്ടൻ എന്നാ നിന്റെ പേര്. ഇന്നു മുതൽ നീ ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ. ഹല്ലേലൂയ. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തനം നോക്കളേത്, ദൈവത്തിന്റെ പ്രവർത്തനമായി നോക്കിയേ. കുരുട്ടുബുദ്ധി എന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നേ, കാപട്യമുള്ളവനെന്നൊക്കെ ആയിരുന്നു നിന്റെ പേര്. ഒരു രാത്രി മുഴുവൻ അവനവന്റെ മനസാക്ഷിയുമായി മല്ലടിച്ചു കഴിഞ്ഞപ്പോ അവന്റെ ജീവിതത്തിൽ അവന് ചേരാതെ ഇത്രയും നാൾ തിന്മയായിരുന്നെങ്കിൽ തിന്മയും നന്മയും തമ്മിൽ മല്ലടിച്ചപ്പോ, സ്വാർത്ഥതയും സ്നേഹവും തമ്മിൽ മല്ലടിച്ചപ്പോ അവസാനം സ്നേഹം ജയിക്കുന്നു, അവസാനം സമാധാനം ജയിക്കുന്നു, അവസാനം ദൈവം ജയിക്കുന്നു. ആരുടെ ജീവിതത്തിൽ ദൈവം ജയിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ തമ്മിൽ അനുഗ്രഹം തരികയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ദൈവങ്ങളെ നമുക്കെന്താ വേണ്ടത്? നിങ്ങൾ ജയിക്കണോ അതോ ദൈവം ജയിക്കണോ? ജീവിതത്തിൽ ഒറ്റ ചോദ്യമുള്ളൂ. ഡു യു വാണ്ട് ടു വിൻ ഓർ ഗോഡ് ഷുഡ് ബി വൺ ഇൻ യുവർ ലൈഫ്, ഓർ ഗോഡ് ഹാസ് ടു വിൻ ഇൻ യുവർ ലൈഫ്? ദൈവം ജയിക്കണം മക്കളെ. നമ്മളൊരു മല്ലയുദ്ധത്തിന് ഇറങ്ങിയിട്ട് നമ്മൾ മല്ലയുദ്ധം ജയിക്കണം നോക്കി ഇല്ലെന്ന് നോക്കിയേ. അവസാനം അടിയറവ് പറഞ്ഞു നിൽക്കുന്ന യാക്കോബ് എന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകും. ഒരു നിർബന്ധമാ പറയുന്നത്, നീ എന്നെ അനുഗ്രഹിക്കാതെ പോവല്ലേ. ഹല്ലേലൂയ. യാക്കോബിന് മനസ്സിലായി ദൈവശക്തി എന്താന്ന്. ദൈവത്തിന് ജീവിതത്തിൽ ആരുടെ മുമ്പിലും തോക്കാത്തവനാ. വഞ്ചിച്ചാണേലും ചതിച്ചാണേലും വെട്ടിച്ചാണേലും ശരി, ഇവരെല്ലായിടത്തും ജയിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു ദൈവദൂതന്റെ മുമ്പിൽ അവൻ അടിയറവ് പറയുമ്പോൾ അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ഇത് ദൈവത്തിന്റെ സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നദീതീരത്തൊരു ജീവിതം മാറുന്ന കണ്ടോ മക്കളെ? ഈ കൂടാരത്തിൽ വന്നിരിക്കുമ്പോൾ നിന്റെ ജീവിതം മാറ്റപ്പെടാൻ പോവാന്ന്. നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ പോവാന്ന്. നിന്റെ ജീവിതത്തിൽ ദൈവം വിജയിക്കാൻ പോവാന്ന്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഒന്നെങ്കിൽ നമ്മൾ വിജയിക്കും, അല്ലെങ്കിൽ വല്ലവനും വിജയിക്കും. നമ്മളും വിജയിക്കണം, വല്ലവനും വിജയിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിജയിച്ചാൽ മതി. ഹല്ലേലൂയ. വലുത് കാര്യം ഉയർത്തി ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. ഒച്ചത്തിൽ പറ ഹല്ലേലൂയ. സിസ്റ്റർ സാക്ഷ്യം പറയുന്ന കേട്ടില്ലായിരുന്നു? അവളെ മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു കന്യാശ്രയമേ ആ സാക്ഷ്യം പറഞ്ഞത്. 2.5 സെന്റിമീറ്റർ വലിപ്പമുള്ള ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്തപ്പോൾ കണ്ടതാ. ഒറ്റയാഴ്ച കണ്ണീരോടെ ബാധിച്ചിട്ട് 8 ദിവസം കഴിഞ്ഞ് അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരുമ്പോൾ അതെൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാകണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് മല്ലടിക്കുന്ന, ദൈവത്തിന് കീഴ്വഴങ്ങുന്ന, ദൈവത്തിന് അടിയറവ് പറയുന്നൊരു സിസ്റ്റർ. ഹല്ലേലൂയ. കുടുംബത്തില് എന്താ പറയുന്നത്, ഹെറിഡിറ്ററിയാ ക്യാൻസർ. ചേച്ചി മരിച്ചത് ക്യാൻസർ, അനിയത്തി മരിച്ചത് ക്യാൻസർ, ഇടയ്ക്കുള്ള സിസ്റ്ററിനും ക്യാൻസർ ആണല്ലോ. നേരത്തെ ഒരു കൊച്ചു വന്ന പോലെ 99% ക്യാൻസർ ആകേണ്ട കേസാണ്. ഇതൊക്കെ മനുഷ്യൻ പറയുന്നതല്ലേ? നമ്മൾ ഈ മനുഷ്യന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് നമ്മൾ ഭയപ്പെട്ടും ദുഃഖിച്ചും ജീവിക്കുന്നവരാ. ദൈവം പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും വിശ്വസിക്കാനും നമുക്ക് പറ്റാതെ പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ പരാജയപ്പെടും. ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടടാ കൂട്ടാവുന്നതിനെ പറ്റി. God is planning your life. ദൈവത്തിന്റെ ഒരു പദ്ധതി നമ്മുടെ ജീവിതത്തിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മതി എന്നേ, ദൈവം മാത്രം മതി, ദൈവം മതി, ദൈവം മാത്രം മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ മതി, വേറെ ഒന്നിനും വേണ്ടി. ദൈവമേ കൂടെ വരണേ, കൂടെ ഉണ്ടാവണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവങ്ങളെ അച്ഛന്മാരെ കണ്ട് കുമ്പസാരിക്കാനുള്ളൊരു കുമ്പസാരിച്ചോളുക. നമുക്ക് നല്ലൊരു കുമ്പസാരമൊക്കെ നടത്താം. കുമ്പസാരിച്ചിട്ട് 2 ആഴ്ചയൊക്കെ ആയിട്ട് നല്ലൊരു കുമ്പസാരം നടത്തണം. അവളെ നിന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ മഴപ്പെയ്ത്തുണ്ടാകാൻ. ഈ കല്ല് പോലെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നിന്റെ ജീവിതം ഒന്ന് ഉരുകുന്നൊരനുഭവം, ദൈവവചനത്തിൻ്റെ മുമ്പിൽ കണ്ണ് നിറയുന്നൊരനുഭവം, കുർബാനയുടെ മുമ്പിൽ ഉള്ളുരുകുന്നൊരനുഭവം, പ്രാർത്ഥനാ സമയത്ത് ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നൊരനുഭവം ഇല്ലെങ്കിൽ തീർന്ന മക്കളെ. നമ്മൾ ഈ ഹല്ലേലൂയയും ആമേനും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടക്കും. ആത്മീയതയുടെ ഒരു അപകടമാണ് കേട്ടോ. അഭിഷേകം കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവില്ലാത്തത് ആത്മീയതയുടെ ഒരു അപകടമാണ്. എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ പോയ ഇല്ലെന്ന്. എല്ലാ ചൊവ്വാഴ്ചയും പള്ളിയിൽ പോയി കഴിഞ്ഞ് ഒരു വചനം കേൾക്കുമ്പം, ആരാധനാ സമയത്തിൽ കുർബാന സ്വീകരിക്കുമ്പോൾ തണുത്ത് മകലിച്ചിരിക്കുന്ന തിരുവോസി നാവിലോട്ട് വെക്കുമ്പോഴൊക്കെ നാവ് പൊള്ളുന്ന എൻകൗണ്ടർ, ദൈവത്തെ കണ്ടുമുട്ടുന്നൊരു അനുഭവം പ്രധാനപ്പെട്ടതാണ് മക്കൾ. വല്ലാണ്ട് ദൈവത്തിനിങ്ങനെ സമർപ്പിക്കുന്ന ഒരു തോന്നലിങ്ങനെ വരിക. ദൈവത്തിന് വല്ലാതെ സമർപ്പിക്കാനായിട്ട്, ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടൊക്കെ ജീവിക്കാൻ. കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടല്ല, വിശ്വാസം കൊണ്ട് കണ്ടുകൊണ്ട് ജീവിക്കാൻ. It's not through eyes but through faith. It is not through eyes but through sight. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസ കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ പറ്റും പൊന്നു കൂട്ടാതെ നിനക്ക് കിട്ടിയിരിക്കും. നീ വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകള് ഇത് ആ സ്ഥലത്തേക്ക് നീ ചുവട് വെച്ച് കയറാൻ പോവാ.
ഹല്ലേലൂയ. 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 നന്നായിട്ട് പ്രാർത്ഥിക്കണം മക്കളെ. രാവിലത്തെ ശുശ്രൂഷ യൂട്യൂബിൽ കിടപ്പുണ്ട്, നിങ്ങൾ കേട്ട് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾക്കില്ലാത്ത ഒരു ഗുണവും മക്കൾക്കുണ്ടാവില്ല. രാവിലെ പറഞ്ഞു വെച്ച വിഷയങ്ങൾ അതൊക്കെയായിരുന്നു. ദൈവങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക. നമുക്കൊരു പുതിയ ജനതയായിട്ടുണരാമെന്ന്. യാക്കോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്നവനെ പിടിച്ച് ഇസ്രായേലാക്കുക കർത്താവ്. കുരുട്ടുബുദ്ധിയൊക്കെ കർത്താവിന് മുമ്പിൽ സ്നേഹമായിട്ട്, നന്മയായിട്ട്, കാരുണ്യമായിട്ടൊക്കെ മാറുന്നേ. നമ്മളെ പ്രാർത്ഥിച്ചിട്ട് കുടങ്ങമത്തി വെള്ളം ഒഴിച്ച പോലെ പ്രാർത്ഥിച്ചിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? മഴ പെയ്തു, പക്ഷെ കുടത്തിനകത്ത് വെള്ളമില്ല. നമ്മളെ വിട്ടുകൊടുക്കണം. നമുക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അഭിഷേകങ്ങളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, കൃപയിലേക്ക്, ഒരു സൗഭാഗ്യത്തിലേക്ക്, ഒരു ദൈവാനുഭവത്തിലേക്ക്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ പ്രവേശിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ. വചനത്തിലേക്ക് നമ്മൾ വരിക. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം വായിക്കുക. 2 മക്കളുടെ കഥ പറയുന്നു. ഇളയമൻ പറഞ്ഞു സ്വത്തുത. യഹൂദ സാഹചര്യം, ഒരു സാഹചര്യം അപ്പൻ്റെ കാലശേഷം മക്കൾക്ക് സ്വത്തിന് അവകാശം. ചുമ്മാ കേസും കൊണ്ട് നടക്കല്ലോ കേട്ടോ. അപ്പന്മാർ എഴുതി വെക്കുകയും വേണം എൻ്റെ കാലശേഷം. അതിനു മുമ്പ് എഴുതി കൊടുക്കല്ല. എത്ര പുണ്യാളം മോനാണെങ്കിലും ശരി, എത്ര പുണ്യാളത്തി മോളാണെങ്കിലും ശരി, സ്വത്ത് കൊടുക്കല്ലേ. എഴുതി വെച്ചോ, എൻ്റെ കാലശേഷം ഇതൊക്കെ വെച്ചോ, കുഴപ്പമില്ല. എന്നെ നോക്കാത്തൊരു മകന് നീ സ്വത്തൊന്നും കൊടുക്കണ്ട. അപ്പനെ അമ്മയെ നോക്കാത്തവർക്ക് അപ്പൻ്റെ അമ്മയുടെ സ്വത്തിൽ അവകാശമില്ല. ഉണ്ടെങ്കിൽ അത് ശാപമായിട്ട് മാറും. ഉള്ളത് പിടിച്ചു പറിച്ചെടുത്തിട്ട് അവരെ തെരുവിലേക്ക് തള്ളിയ അത് വല്ലാത്ത ശാപമായിട്ട് പോകും. പ്രഭാഷകൻ്റെ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചാലുണ്ടല്ലോ ചങ്ക് പൊട്ടിപ്പോവും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുക, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞ വചനം എന്തായാലും വായിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം. പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. പിതാവിനെ പരുത്തി ജയിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. വല്ലതും കേട്ടോ? ആരെങ്കിലും കേട്ടോ? അപ്പൻ എവിടെ? അമ്മ എവിടെ? തിരുവചനം പറയുക. അപ്പൻ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കിടക്കുമ്പം ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും. നാളെ നീ ഔട്ടാടാ. ഉറപ്പല്ലേ. പൊട്ടിയ പാത്രത്തിൽ അപ്പന് വിളമ്പുന്നവന് പട്ടിയുടെ പാത്രത്തിൽ കഴിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. പൊട്ടിയ പാത്രത്തിൽ അപ്പന് വിളമ്പുന്നവന് പട്ടിയുടെ പാത്രത്തിൽ കഴിക്കേണ്ടി വരും. അവളത് ചങ്കലുമുണ്ടോ? അപ്പൻ്റെ അമ്മയുടെയും കാല് കഴുകുന്നതിലും വലിയ ആരാധനയും തിരികത്തിക്കലൊന്നും ഇല്ലെന്നേ. അവങ്ങളിത് ഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. നിർബന്ധമാണ്. അപ്പം നീതി കാണിച്ചിട്ടില്ലെന്ന് നിങ്ങൾ പറയും. അമ്മ നീതി കാണിച്ചിട്ടില്ലെന്ന് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നീതിയും നമ്മുടെ ന്യായവും ഒന്നും മാറിപ്പോകുന്നില്ല മക്കളെ. വീതം വെച്ചപ്പോൾ ഒന്നും കിട്ടിയിട്ടില്ലെന്നേ. നീ കൂടുതൽ കൊടുക്കണം അപ്പനമ്മയ്ക്കും. എനിക്കൊന്നും തന്നിട്ടില്ലോ. കെട്ടിച്ച് വെമ്പിളാരെ വിട്ട് പിന്നെ കേസുമായിട്ട് വരും. ഓരോന്നും പുതിയ കണ്ടുപിടുത്തു പോയി. അടുത്ത കാലത്ത് കെട്ടിച്ച് വിട്ടപ്പോൾ ഉള്ളതെല്ലാം ബാക്കി തന്നല്ലേ നിന്നെ കെട്ടിച്ച് വിട്ടത്. മക്കളെ, സ്വത്തിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇന്ന് യാക്കോബിൻ്റെ കഥ പറഞ്ഞില്ലേ? എല്ലാം വെട്ടിപ്പിടിച്ചോ കർത്താവേ, ഒരു നേരത്തെ ചാപ്പാട് തരണേ, കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരണേ, ഉടുക്കാൻ ഒരു മുഴം തുണി തരണേ, വീട്ടിൽ കയറുമ്പോൾ സമാധാനവും തരണേ. മതിയെന്ന്. അതിനപ്പുറം ഒന്ന് ശേഖരിച്ച് 100 വർഷം ജീവിക്കാൻ പോകുന്ന ആരും ഇവിടെ ഇരിപ്പില്ല. 100 വർഷം ഇന്ന് മുതൽ ജീവിക്കാൻ പോകുന്ന ആരും ഇവിടെ ഇരിപ്പില്ല. താഴോട്ട് വെട്ടിക്കോ. 80 വർഷമൊക്കെ ജീവിക്കാൻ പോകുന്ന ചിലപ്പം കാണുമായിരിക്കും ഇതിനകത്ത്. 70 വർഷമൊക്കെ മാത്രം ജീവിക്കുന്നവരുണ്ട്. 40 വർഷം മാത്രം ജീവിക്കും. 40 ഇല്ലെന്ന് നമ്മുടെയൊക്കെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല 10 കൊല്ലമോ വല്ലതൊക്കെ കാണും ഇനി ബാലൻസ്. അതിനകത്ത് ഇത്രയും മസിൽ പിടിക്കേണ്ടൊക്കെ കാര്യമുണ്ടോ മക്കളെ? അതിനിടയ്ക്ക് ഇതെല്ലാം കൂടെ ശേഖരിച്ച് വെച്ചിട്ട് നീ എങ്ങോട്ട് പോകാൻ പോവുക? ഇത് ദൈവ പൈതലേ, തമ്പുരാന്റെ സന്നിധിയിൽ സ്വജ്ഞാനത്തിൽ വിസ്ഡം ഓഫ് ഗാഡ്, വിസ്ഡം ഓഫ് ഹെവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3-ാം അധ്യായം 9-ാം. അമ്മയുടെ ശാപം അടിത്തറ, കുടുംബത്തിൻ്റെ അടിത്തറകളൊക്കെ ബൈബിളിലെ വാക്യം വെച്ചാൽ നോക്കി വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. ഞാൻ കണ്ടിട്ടുണ്ടോ മക്കളെ? ഒരു 2 ജനറേഷനെങ്കിലും കണ്ടിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ. കഥകൾ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് നിങ്ങളോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തല്ല് കെട്ടിയ അപ്പന്മാർ പഴയ കഥ പറയും. അപ്പനെ ഇങ്ങനെ
ഒരു മൂലക്കെട്ട് ഒതുക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? മക്കൾ തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയില്ല. ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഈ അപ്പനെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ഒരു അപ്പൻ്റെ കഥയാണ് ഞാൻ പറയണേ. മരിച്ചിട്ട് അപ്പൻ്റെ ശവം അവിടെ ഇരുന്നു. ആര് കൊണ്ടുപോകും? ഞങ്ങൾ ഇതൊക്കെ യാഥാർത്ഥ്യം പറയണേ. അപ്പം മരിച്ച് മോർച്ചറിയിലിരുന്നു. മക്കൾ വാശി ആര് കൊണ്ടുപോകും എന്നുള്ള ചിലവല്ലേ കൊണ്ടുപോകുന്നത്? അപ്പൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ആർക്ക് വേണ്ടി? മക്കളെ, മനുഷ്യത്വവും സ്നേഹവും നന്മയുമൊക്കെ കാണിക്കണം. വീട്ടിൽ വന്ന് കൈ നീട്ടുന്നവർ വെറും കൈയായിട്ട് മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുക. കാറ്റടിച്ചാലേ പോവും. നമുക്കതല്ല നമ്മുടെ വിഷയം. നമ്മൾ വചനത്തിലേക്ക് വരാം, തിരിച്ചു വരാം. ലൂക്കാസ് വിശേഷത്തിൻ്റെ 15-ാം അധ്യായം. ഇതാ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ഏറെ താമസിയാതെ നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോഴേ ദൂരേക്കുള്ള യാത്ര തുടങ്ങും. നമ്മൾ തെറ്റുകൾ, അത് കുടുംബത്തിനെതിരാ, ഞാനൊരു പുരോഗതി സഭയ്ക്കെതിരായിട്ട് ഞാൻ തെറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴുണ്ടല്ലോ, അഭിയൻ്റെ പിതാക്കന്മാരൊരു വൈദികൻ അനുസരിക്കാതിരിക്കുമ്പോഴുണ്ടല്ലോ, കന്യാസ്ത്രീ അമ്മമാർ സുപ്പീരിയറിനെ അല്ലെങ്കിൽ സഭയെ അനുസരിക്കാതിരിക്കുമ്പോണ്ടല്ലോ, അകലേക്കുള്ള യാത്ര ആരംഭിക്കുക. മാതാപിതാക്കൾക്ക് മക്കൾ വിധേയപ്പെടാതിരിക്കുമ്പോഴേ അകലേക്കുള്ള യാത്ര ആരംഭിക്കുക. Far away from the family, far away from the church, far away from heaven. നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രീക്ക് ഭാഷയിൽ പ്രപ്പോസിഷനൊക്കെ വലിയ അർത്ഥമാണ്. അവൻ ദൂരേക്ക് പോയി, ഫാർ, ദൂരേക്ക്, എല്ലാം ദൂരദേശത്തേക്ക് പോയി. എന്നിട്ടോ പിന്നെ ഗതി കിട്ടുകയല്ലോ മക്കളെ, നിന്നെ എല്ലാവരും കടിച്ചു കീറും. നോക്കിയോ, നിങ്ങൾ പറ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നകന്ന് നിങ്ങൾ എന്തെങ്കിലും ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ നിങ്ങൾ വലിച്ചു കീറപ്പെടാൻ പോവുക. എത്ര പേരാ പറഞ്ഞ ആത്മഹത്യ ചെയ്തൊക്കെ പാവങ്ങളാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഏതെങ്കിലും കർഷകരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അത് 1%. ആത്മഹത്യ ചെയ്ത് 99% പേര് സമൃദ്ധിയിലാണ് അവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്നും സമ്മതമില്ലാത്തത് കൊണ്ട് ഞാനെന്ത് പറയാനാ ഇനിയിപ്പം? എത്ര ഫിലിം സ്റ്റാർസ് മക്കളെ, എത്ര കോടീശ്വരന്മാർ, ഇവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. ഹല്ലേലൂയ. അവരൊക്കെ മരിച്ചത് മരണമായി പോയി. പാവപ്പെട്ടവൻ മരിച്ചത് ആത്മഹത്യ. അതാണ് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ വലിച്ചു കീറും, ചെന്നായി വലിച്ചു കീറുന്നത് പോലെ നിന്റെ ദുഷ്കർമ്മങ്ങളും നിന്റെ ദുഷ്കൃത്യങ്ങളും നിന്നെ വല്ലാണ്ട് വലിച്ചു കീറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്ങളെ തിരിച്ചറിഞ്ഞു ഇത് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ പറയണേ. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരിക. ദൈവസന്നിധിയിലിരുന്ന ഒന്നും കർത്താവ് പറഞ്ഞല്ലേ, തേടിപ്പോകുന്ന സംരക്ഷണം നൽകുന്ന ഇടയൻ്റെ കഥ. ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് അവിടെ ദൂർത്തനായി ജീവിച്ചെന്നല്ല, അവനെ ഇതെല്ലാം കീഴ്പ്പെടുത്താൻ തുടങ്ങി. അവൻ മദ്യപിക്കാൻ തുടങ്ങി, അവൻ തോന്നിയാസം ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയുമോ, നിനക്ക് സ്വന്തമായിട്ടൊന്നുമില്ലടപ്പ, നിനക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. നിന്റെ കയ്യിലിരിക്കുന്നത് തീർന്നും പോകും. സ്വർഗം തന്നില്ലെങ്കിൽ നിന്റെ കൈവശം ഒന്നുമില്ല. ദൈവമക്കളെ, നമ്മളൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെലവഴിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ അടുക്ക് വരാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന മക്കളച്ചാ, കൊണ്ടുവന്ന പൈസ അതെടുത്ത് ചെലവാക്കി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വരുമാനമില്ല, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വരുമാനമില്ല. ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന പ്രായവും കൂടിപ്പോയി, ഇപ്പം ജോലിക്ക് പോകാൻ പറ്റുന്നുമില്ല. ദൈവമക്കൾ തീർന്നു പോകുമെന്നൊരു ഓർമ്മപ്പെടുത്തൽ. നിന്റെ കയ്യിലൊന്നുമില്ലടാ കൂട്ടാ, സ്വർഗം തന്നില്ലെങ്കിൽ. ദൈവമക്കൾ ഓർത്തോ, ഇതാ നിന്റെ കയ്യിലൊന്നുമില്ല, സ്വർഗം നിനക്ക് ഗ്രാൻറ്റ് ചെയ്തില്ലെങ്കിൽ ആരുമായി, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, ജോലിയാകട്ടെ, സമ്പത്താകട്ടെ, കുടുംബമാകട്ടെ, എന്തുമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടുത്താനല്ല മക്കൾ അച്ഛന് പറഞ്ഞത്, ജ്ഞാനമുള്ളവരായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തെ നോക്കിയിരിക്കുന്നവര് വെളുപ്പിനുണർന്ന് രാവിലത്തെ പറ്റിയൊക്കെ ഞാൻ രാവിലത്തെ കുർബാന പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാൻ കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ മണിക്കൂറിനെ പറ്റിയും സ്വർഗീയ മണിക്കൂറിനെ പറ്റിയും അഭിഷേകത്തിന്റെ മണിക്കൂറിനെ പറ്റിയും സൗഖ്യത്തിന്റെ മണിക്കൂറിനെ പറ്റി കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, യൂട്യൂബിൽ കിടപ്പുള്ളത്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നോക്കിയേ, സ്വത്ത് അടുത്ത നശിപ്പിച്ചു കളഞ്ഞു. സെൽഫ് ഡിസ്ട്രക്ഷൻ. സിൻ ഈസ് സെൽഫ് ഡിസ്ട്രക്ഷൻ. ദൈവത്തിൽ നിന്ന് ആരകലുന്നോ അവൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുക. മക്കളെയും കൊണ്ട് വരാറുണ്ട് ചില മാതാപിതാക്കളെ. ചില സമയത്ത് നല്ല ജ്ഞാനമുള്ള മാതാപിതാക്കൾ എന്നോട് പറയാന്ന് വെച്ചാൽ എൻ്റെ കൊച്ചുങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ ഇന്നും പ്രാർത്ഥിച്ചു. മിക്കവാറും ആരെങ്കിലും ഒന്നോ രണ്ടോ അമ്മമാരെങ്കിലും വന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാനപ്പെട്ട നിന്റെ കൊച്ച് എഞ്ചിനീയർ ആകുന്ന അല്ലടാ കൊച്ച്, നിന്റെ കൊച്ച് ഡോക്ടർ ആകുന്നതല്ല, നിന്റെ കൊച്ച് കളക്ടർ ആകുന്നതല്ല, നിന്റെ കൊച്ച് രാജ്യത്തെ പ്രധാനമന്ത്രി ആകുന്ന അല്ല വിഷയം. നിന്റെ കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിന്ന് പാനം ചെയ്ത് ജീവിക്കുന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കി, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. വിതൗട്ട് ഗോഡ്, ദൈവമില്ലെങ്കിൽ നീ തകർന്നട കുട്ട. ദൈവമില്ലെങ്കിൽ നീ നശിച്ചു. കേൾക്കുന്നുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തെ ചേർത്ത് പിടിക്കാതൊരു വരുമാനം ഉണ്ടാവല്ല. ദൈവം തന്നതല്ലാതൊരു വരുമാനം നിനക്കുണ്ടാവല്ല. ദൈവം അംഗീകരിക്കാത്തൊരു ബന്ധം നിനക്കുണ്ടാവല്ല. ദൈവം അനുഗ്രഹിച്ചു തരാത്ത ഒന്നും നിന്റെ കൈ കാണരുത്. ചോദിക്കണം, ദൈവമേ നീയാണോ ഇത് തന്നത്? ദിവസങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ചില മക്കൾ വരും, അമേരിക്കൻ വിസ കിട്ടിയിട്ടുണ്ട്, പോണോ? ദൈവം ഇതാഗ്രഹം. അമേരിക്കൻ വിസ കിട്ടി നിൽക്കുകയാണ്. ഇവിടെ ഓരോരുത്തരും നൊവേനയും ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഒരാൾ വിസ കിട്ടിക്കഴിഞ്ഞപ്പോൾ പോണോ? ദൈവഹിതമാണോ? നല്ലൊരു വിവാഹാലോചന വന്നു, 10-35 വയസ്സുണ്ട് ചക്കന്. എന്നിട്ട് ചോദിക്കുക, എന്നാൽ കെട്ടിക്കണ്ടോ? ഉള്ള സമയത്ത് പിടിച്ച് കെട്ടിക്കാനുള്ളതിന് വന്ന് ഉപദേശം ചോദിക്കാൻ വന്നേക്കുന്നു. നമ്മൾ അച്ഛൻ തോറ്റു പോകുന്ന ചില സമയങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ടുള്ളത് തിരഞ്ഞെടുക്കുന്നതിന് എന്തിനീ അച്ഛൻ്റെ അടുത്തോട്ട് പോകണേ? ഇടക്കൂട്ടാൻ, നിനക്കിത് നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ നീ എന്തിനാ അച്ഛൻ്റെ അടുക്കലേക്ക് പോകുന്നേ? ചില മനുഷ്യരെങ്ങനെ മക്കളെ, ദൈവഹിതമാണെങ്കിൽ മതി. എത്ര വലിയ നന്മയായിക്കൊള്ളട്ടെ, എത്ര വലിയ ലാഭമായിക്കൊള്ളട്ടെ, എത്ര വലിയ നേട്ടമായിക്കൊള്ളട്ടെ. ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് ലാഭമാണ്, ചിലപ്പോൾ ഇത് തോന്നും നേട്ടമാണ്. അച്ഛാ ഇങ്ങനെ പോയാൽ കുഴപ്പം. ചിലർ വന്ന് ചോദിക്കുന്നതാണ്. ഒരു ക്യാൻസർ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് മക്കളെ. പക്ഷെ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൈയൊന്ന് വിറയ്ക്കുന്ന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ലഭിക്കാവുന്നൊരു വലിയ വരുമാനം. അപ്പം മരിച്ചുപോയി, അപ്പനെ മുഴുവൻ കെണിയിലാക്കി, ഒരുപാട് സാമ്പത്തിക ബാധ്യത. ഒരു ചെറുക്കൻ്റെ കഥയെ ഞാൻ പറയണേ. വിദേശത്തായിരുന്നു. അപ്പൻ്റെ ശവോടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എൻ്റെ അടുക്ക വന്നിട്ട് പറയണ, ഞാൻ തിരിച്ചു പോകണില്ല. UK മറ്റോ ആണെന്ന് തോന്നുന്നു. നല്ല ബിസിനസ് നടത്തിക്കൊണ്ട് ചെറുക്കനാ. ഞാൻ ചോദിച്ചു, അതെന്താടാ? അമ്മ ഒറ്റയ്ക്കേ ഉള്ളച്ചോ, പിന്നെ അപ്പൻ്റെ കുറച്ച് ബിസിനസ്സുകൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയല്ല, കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുള്ള ഒരാളാണ് എൻ്റെ അപ്പൻ. അപ്പം മരിച്ചത് അങ്ങനെയാണ്. അപ്പന് തരാൻ ഒരുപാട് പേരുണ്ട്, അപ്പന് കൊടുക്കാനും ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങോട്ട് പോയാൽ അമ്മ ഒറ്റപ്പെടും. ഇവിടെ ഈ കടക്കാരെല്ലാം വന്ന് അമ്മയുടെ വീടിന് മുമ്പ്, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറയുന്നതല്ല, ഒരു ചെറുക്കൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ദൂര സ്ഥലത്തു നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും വിമലഗിരി മാതാവിൻ്റെ മുമ്പിൽ ചൊവ്വാഴ്ച വെളുപ്പിനെത്തുന്ന ഒരമ്മയുടെ, ഇന്ന് അമ്മ ഒറ്റയ്ക്കാണ് വന്നത്. ഇന്ന് അമ്മ ഒറ്റയ്ക്ക്. ചെറുക്കൻ എന്തോ പറഞ്ഞു, ഞാൻ ചോദിച്ചു, വിഷയം പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയണില്ല. ഇന്ന് അവൻ വന്നിട്ടില്ല. അവൻ ഡ്രൈവറെ കൂട്ടി അമ്മയെ വിട്ടിരിക്കുക, പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വിടുക. അവങ്ങളെ നോർത്തെ അവൻ നിർത്തി ആ ബിസിനസ്. അവന് നഷ്ടങ്ങൾ ഒരുപാട് ആ ബിസിനസ് നിർത്തിയപ്പോൾ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മുഴുവൻ പറയാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയുക, ദൈവം 9 ഇടങ്ങൾ അവന് തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. ഇവൻ്റെ അപ്പം വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ 9 ഇടങ്ങളിൽ അവന് വേണ്ടി കർത്താവ് വാതിലുകൾ തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. ഒരു 24-25 വയസ്സുള്ള ചെറുക്കൻ്റെ കഥയാണ് ഞാൻ പറയണേ. വലിയ അനുഭവം ഞാനോ പ്രവൃത്തി പരിചയം ഒന്നുമില്ല മക്കളെ. പക്ഷേ കർത്താവ് കൂടുന്നാൽ കൊച്ചു ദാവീദിന് സാവൂളിനെ തോപ്പിക്കാൻ പറ്റാതെ ഗോലിയാത്തിനെ തകർക്കാൻ കൊച്ചു ദാവീദിന് കഴിയുമെങ്കിൽ നിന്റെ കഴിവോ നിന്റെ പ്രായമോ നിന്റെ മിടുക്കോ അല്ല, ദൈവത്തിന്റെ കൃപയാണ് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്ന് നീ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുണ്ടെങ്കിലും എന്താ അഹങ്കരിക്കാനാ മക്കളെ? എന്തഹങ്കരിക്കാനാ? വലിയൊരു പ്രസ്ഥാനമുള്ളൊരു മനുഷ്യൻ പറയാം, ഞാൻ ഓർക്കണില്ല അതൊന്നും. അയാൾ എന്നോട് പറയുക,
ഒരുപാട് വിഷമിച്ച് ഇവിടെ ഈ ആലയത്തിൽ വന്നപ്പോഴത്തേന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു വാക്യം പറഞ്ഞു, നീ ഉണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ നിൻ്റെ അല്ലടാ, നിൻ്റെ ദൈവം ഉണ്ടാക്കി വെച്ചതിൻ്റെ വെറും കാവൽക്കാരൻ മാത്രമാണ് നീ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെതാണ്, നീ വെറും കാവൽക്കാരനാണ്. ഈ മനുഷ്യൻ പറയാ, എൻ്റെ സകല നൊമ്പരങ്ങളും മാറി, എൻ്റെതെല്ലാം തകർന്നു പോയെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുണ്യാളൻ്റെ പള്ളി വരുന്നത് മുടക്കിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഉയർച്ചയും പുരോഗതിയും അനുഗ്രഹമായിട്ട് എന്ന് ഞാൻ ദൈവത്തിൻ്റെ കയ്യിലേക്ക് മടക്കി കൊടുത്തുവോ. നേരത്തെ പറഞ്ഞ കഥയുടെ ബാക്കിയ കൊച്ചുപ്രായത്തിൽ അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ബിസിനസ്സിലേക്ക് ചാടിക്കേറിയ ഒരു യുവാവിൻ്റെ കഥയാണ് ഞാനീ പറയുന്നത്. അവൻ പറയാ, അന്ന് മുതൽ ദൈവത്തിൻ്റെ വിസ്മയങ്ങളും ദൈവത്തിൻ്റെ ഇത്രയൊക്കെ ഉള്ളു മക്കളെ, ഇത്രയേ ഉള്ളൂ. ഹു ഈസ് ദ മാസ്റ്റർ? ജീസസ് ഈസ് ദ മാസ്റ്റർ, ക്രൈസ്റ്റ് ഈസ് ദ മാസ്റ്റർ. അച്ഛനെ ശുശ്രൂഷ എന്താ? അച്ഛൻ എഴുതി കിട്ടിയതാണോ? അല്ലെന്ന്, ഇത് മാസ്റ്ററിന്റെ കരുണയാ, മാസ്റ്ററിന്റെ ജോലിക്കാരനാ. മാസ്റ്ററിന്റെ പണി നിർത്തിക്കുമെന്ന് പറയുമ്പോ അന്ന് പണി നിർത്തും. എന്താ അഹങ്കരിക്കാനാ? എല്ലാം ദാനമായിരിക്കേ, സ്വന്തമെന്ന് പറഞ്ഞ് നീ എന്തിന് അഹങ്കരിക്കുന്നു? പിന്നെ നമ്മൾ പിടിച്ചു പറിക്കാൻ പോവില്ല, പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കാൻ ഇത് തമ്പുരാന്റെയാന്നേ. അവൻ ദൂര ദേശത്തേക്ക് പോയി ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വരും മക്കളെ, നിന്റെ കയ്യിലിരിക്കുന്ന പൈസ നിനക്ക് എണ്ണി തീർക്കട വെച്ചേ. വെൽക്കം. ഒരു നയാ പൈസ കയ്യിലില്ലാത്തൊരു കാലം വരും. ഇന്ന് ഇഷ്ടം പോലെ പൈസ തന്നെ, നയാ പൈസ കയ്യിലില്ലാത്തൊരു കാലം വരും. ഇന്ന് നീ ഒരു മരുന്ന് പോലും നിന്റെ ആരോഗ്യം, നിന്റെ ശരീരം നല്ല ആരോഗ്യമാണ്, നീ ഭക്ഷണത്തിന് പകരം മരുന്ന് തിന്നുന്നൊരു കാലം വരാൻ പോവുക. ഇന്ന് നീ മണിമാളികയെ താമസിച്ചു കൊണ്ടിരിക്കുക, നാളെ ഏതെങ്കിലും വ്യക്തിയുടെ ഔദാര്യത്തിൽ വാടകയ്ക്ക് നീ ജീവിക്കുന്ന കാലം വരാൻ പോവുക. വരണോ നല്ല അച്ഛൻ പറയണ, പ്രതീക്ഷിച്ചോ? അത് ഒന്നും സ്ഥിരമൊന്നും അല്ലെന്ന്, ഒന്നും സ്ഥിരമൊന്നുമില്ല. തീർത്ഥാടകനല്ലേ നീ? നീ തീർത്ഥാടകനല്ലേ? നീ ഒരു തീർത്ഥാടകയല്ലേ മോളെ? തീർത്ഥാടകൻ പ്രാർത്ഥനയോടെ നടക്കുന്ന യാത്രക്കാരന്റെ പേരാ തീർത്ഥാടകൻ. പ്രാർത്ഥനയോടെ നടക്കുന്ന വഴിയാത്രക്കാരന്റെ പേര്. ഒത്തിരി പേര് വഴി കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയോടെ വഴിയിലൂടെ നടക്കുന്നവർ, ദൈവസന്നിധി ലക്ഷ്യമാക്കി നടക്കുന്നവർ, അവനെ നമ്മൾ തീർത്ഥാടകൻ എന്ന് വിളിക്കും. ഒരുപാട് ഇന്നലെ വണ്ടിയില്ലാത്ത കാലം ഉണ്ടായിരുന്നെന്ന്, വണ്ടിയില്ലാത്ത കാലമുണ്ടായിരുന്നു. അന്ന് വഴി കൂടെ ഒരുപാട് പേര് നടക്കും. ചിലര് നടക്കുന്നത് തീർത്ഥാടകന്റെ വേളാങ്കണ്ണിക്കാ ചിലര് നടക്കുന്നത്. ഡിഫറൻസ് മക്കളെ. നീ അങ്ങനെ നടക്കുന്നു എന്നുള്ളത് നിന്റെ ജീവിതത്തെ നിശ്ചയിക്കും. ഹാലേലുയ. എല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് നോക്കിക്കേ, ഒരു കഠിനക്ഷാമം വരിക. പാപ് ചെല്ലുന്നിടം പാതാളം, അവർ ദുരന്തം വരൂടാ കൂട്ട. നീ കാരണം നിന്റെ ദേശത്ത്. യോന ചോദിച്ചില്ലേ, യോനായെ പിടിച്ച് കടലിൽ നിന്ന് പറഞ്ഞ കഥ നമ്മൾ മറന്നുകളയല്ല. യോന എന്ന ഒറ്റ മനുഷ്യന്റെ പേരിൽ ആ കപ്പൽ മുങ്ങാൻ പോവുക. ആ കപ്പലിലുള്ള മുഴുവൻ നഷ്ടപ്പെട്ടു മക്കളെ. എൻ്റെ പൊന്നുമക്കളെ, ബോധ്യത്തോടെ ജീവിക്കാൻ. എൻ്റെ കുടുംബം ഞാൻ കാരണം, എൻ്റെ സഭ ഞാൻ കാരണം തകരാൻ പാടില്ല. ദൈവമക്കളെ മനസ്സിൽ ഈ ചിന്തയുണ്ടാണ് മക്കളെ. നമ്മൾ അനുഗ്രഹമാകാനും അഭിഷേകമാകാൻ വേണ്ടിയും വിളിക്കപ്പെട്ടിരിക്കുന്ന. ഹല്ലേലൂയ. ദേശത്ത് കഠിന നാട്ടുകാർ പോലും നശിച്ചു പോയി. ഇവൻ ചെന്നപ്പോ നാട്ടുകാർ പോലും നശിച്ചു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, കാലഘട്ടത്തെ വിവേചിക്കാൻ പറ്റണം. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാൻ പഠിക്കണം മക്കളെ. ഒരു നൊമ്പരത്തിന്റെ, ഒരു സങ്കടത്തിന്റെ മുമ്പിൽ ഒരു നൊമ്പരവും സങ്കടവും ഒക്കെ നിന്റെ ധ്യാന വിഷയമായി മാറണം. നിന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരു ദുരന്തമല്ല, അതൊരു ധ്യാന വിഷയമായി മാറണം. അതൊരു ധ്യാന വിഷയമായി നീ കൈകൂപ്പി നിൽക്കണം. ജീവിതത്തിന്റെ ദുഃഖങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മുമ്പിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേശത്ത് കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്യും.
ചങ്ങല പൊട്ടിയിട്ട് ഓടാൻ പറ്റുന്നത് കുറച്ചു കാലമുള്ളൂ, പിന്നെ നീ തളരും. ചങ്ങല പൊട്ടി ഓടാൻ പറ്റുന്ന കുറച്ചു കാലമുണ്ട് മക്കളെ, പിന്നെ നീ ഇരുന്നു പോകും. ഒരാത്മീയ യാത്രയുടെ കഥയാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ചങ്ങല പൊട്ടി അധികമൊന്നും ഓടാൻ പറ്റില്ലെന്നേ, നീ തളർന്നു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂരേക്കുള്ള യാത്രയെന്നും ദുഃഖമാണ് മക്കളെ. ദൂരേക്കുള്ള യാത്രകൾ, ദൈവത്തിൽ നിന്നും ദൂരേക്കുള്ള യാത്രകൾ എന്നും ദുഃഖടവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ തളർന്നു പോകും, നീ ക്ഷീണിച്ചു പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു ദിവസം പറഞ്ഞായിരുന്നു, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വന്ന ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചു, സംഭവമൊക്കെ ശരിയാ, പള്ളിയിൽ പോയിട്ട് എത്ര നാളായി, പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി, വർഷങ്ങൾ എണ്ണാൻ പറ്റുന്നില്ല. നിനക്ക് നിൻ്റെ ദൈവബന്ധത്തെപ്പറ്റി നീ ഒന്ന് ആലോചിച്ച് പോയതല്ലേ? നിൻ്റെ ദൈവബന്ധത്തെപ്പറ്റി നിൻ്റെ കുർബാന നിന്നിൽ നിന്ന് എന്തുമാത്രം അകലെയാ, നിന്റെ കൂദാശകൾ നിന്നിൽ നിന്ന് എന്തുമാത്രം അകലെയാ. ഹല്ലേലൂയ. സ്നേഹം കൊണ്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, സ്നേഹം കൊണ്ട് പറഞ്ഞു തരിക. കുർബാനയുമായിട്ടൊക്കെ നിന്റെ അടുപ്പം, കർത്താവുമായിട്ടുള്ള അടുപ്പം, കുമ്പസാരവുമായിട്ടുള്ള നിന്റെ അടുപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. ദൈവമക്കൾ എഴുന്നേറ്റ് ഇരുകരങ്ങളും തമ്പുരാന്റെ പക്കൽ. നീ ഒരു ഞെരുക്കത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, ഒരു തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദുരന്തത്തിലായിരിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു തോരാ കണ്ണീരിൽ പെട്ടു നിൽക്കുന്ന ദൈവ പൈതലാണെങ്കിൽ, ഒന്ന് കരങ്ങളിൽ ഒന്ന് സ്തുതിച്ച മക്കള്, കർത്താവ് വെളിപ്പെടുത്തി തരോ. ഇതാ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഇടപെടോ. ദൂരെ ദൂരെ ദൂരേക്ക് യാത്ര ചെയ്ത നിന്റെ ജീവിതത്തിലേക്ക് ഇതാ കർത്താവ് ഇറങ്ങി വരാൻ പോവുക, കർത്താവ് ഇടപെടാൻ പോവുക. ഓ കർത്താവേ, അകന്ന് പോയി ഞാൻ, അകന്ന് പോയി ഞാൻ, കർത്താവെ ഉപേക്ഷിച്ച് പോയി ഞാൻ, എന്റെ തന്നെ ഇഷ്ടത്തിന് ഞാൻ നടന്നു നീങ്ങി. കർത്താവേ, ധ്യാനമില്ലാതെ ഞാൻ ജീവിച്ചു, പ്രാർത്ഥനയില്ലാതെ ഞാൻ ജീവിച്ചു, ദൈവത്തെ മറന്ന് ഞാൻ ജീവിച്ചു. ഈശോയേ, 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 ഈശോയേ. കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ